ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെം ഇൻകം ടാക്സിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാല്യുവേഷൻ ഓഫ് മോട്ടോർ കാർ ആയിരുന്നു. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രൊവിഡൻറ്റ് ഫണ്ടിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. എനിവേ പ്രൊവിഡൻറ്റ് ഫണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, PF എന്നൊക്കെ. അതായത് നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ ചേട്ടൻ ചേച്ചി ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ സാലറിയിൽ നിന്നും ഒരു ഇത്ര പെർസെൻറ്റേജ് അവരവിടെ എന്ത് ചെയ്യും, പിടിച്ചു വയ്ക്കും. എന്നിട്ട് അവരുടെ റിട്ടയർമെൻറ്റ് കാലത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരികയാണെങ്കിൽ ആ എമൗണ്ട് നമുക്ക് തരും. ഓക്കെ, അതായത് നമ്മുടെ സാലറിയിൽ തന്നെയാണ് അവിടെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നത്, അവരവിടെ വെക്കുന്നത്. മേ ബി അതിൽ എംപ്ലോയറും എന്ത് ചെയ്യും, കോൺട്രിബ്യൂട്ട് ചെയ്യും. അവരുടെ ഒരു എമൗണ്ടും അതിലുണ്ടായിരിക്കും എല്ലാ മാസവും. ഓക്കെ, അതിനെയാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു എൻകറേജ് സേവിങ് ഹാബിറ്റ്സ് ഓഫ് എമംഗ് എംപ്ലോയീസ്, സേവിങ് ഹാബിറ്റ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് എന്ത് പറയുന്നത്, ഈ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ദ ഗവൺമെൻറ് ഹാസ് സെറ്റപ്പ് എ വാരിയസ് കൈൻഡ്സ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ദ എംപ്ലോയീസ് മേക്സ് കോൺട്രിബ്യൂഷൻ ടു ദിസ് ഫണ്ട്. In some cases, in addition to the contribution of the employer also contribute to the provident fund. The whole contribution with the interest is credited to employee's provident fund account. The accumulated balance is payable at the time of his retirement or when some urgent need arises. There are 4 kinds of provident funds in India. ഓക്കെ, അതായത് എംപ്ലോയീസിൻ്റെ ഇടയിൽ സേവിങ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് എന്ത് പറയുന്നത്, പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ സെറ്റപ്പിൽ ഒരുപാട് തരം പ്രൊവിഡൻറ്റ് ഫണ്ടുകളുണ്ട്. അതിൽ 4 എണ്ണമാണ് വരുന്നത്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് അഥവാ SPF, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് RPF, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, പിന്നെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. അങ്ങനെ 4 തരത്തിലുള്ള പ്രൊവിഡൻറ്റ് ഫണ്ട്സ് ആണ് ഉള്ളത്. ദ എംപ്ലോയി മേക്സ് കോൺട്രിബ്യൂഷൻ ദിസ് ഫണ്ട്, അതായത് എംപ്ലോയി എന്ത് ചെയ്യും, കോൺട്രിബ്യൂട്ട് ചെയ്യും അവരുടെ ഈ ഒരു ഫണ്ടിലേക്ക് വേണ്ടിയിട്ട്. അതായത് എല്ലാ മാസവും ഇപ്പോൾ 10,000 രൂപയാണ് ഒരാളുടെ മന്ത്ലി സാലറി എന്നുണ്ടെങ്കിൽ 1000 രൂപ PF പോകും. ഓക്കെ, ഇൻ സം കേസസ് ഇൻ അഡീഷൻ ടു ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദി എംപ്ലോയി ദ എംപ്ലോയർ ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ദ പ്രൊവിഡൻറ്റ് ഫണ്ട്. അതായത് ചില കേസിൽ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന് പുറമെ എംപ്ലോയറും എന്ത് ചെയ്യും, കോൺട്രിബ്യൂട്ട് ചെയ്യും പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ട്. ദ ഹോൾ കോൺട്രിബ്യൂഷൻ വിത്ത് ദ ഇൻട്രസ്റ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ദ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ട്. അതായത് ഈ ഒരു കോൺട്രിബ്യൂഷൻ മൊത്തത്തിൽ, അതായത് ഇൻട്രസ്റ്റ് അടക്കമുള്ള എമൗണ്ട് എംപ്ലോയിയുടെ പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യും, ക്രെഡിറ്റ് ആവും. ദ അക്യുമുലേറ്റഡ് ബാലൻസ് ഈസ് പേയബിൾ അറ്റ് ദി ടൈം ഓഫ് ഹിസ് റിട്ടയർമെൻറ്റ് ഓർ വെൻ സം അർജൻറ്റ് നീഡ് അറൈസസ്. അതായത് നമുക്ക് എപ്പോൾ തിരിച്ച് വിഡ്രോ ചെയ്യാം, ഒന്നുകിൽ നമ്മുടെ റിട്ടയർമെൻറ്റ് കാലത്ത്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അർജൻറ്റായിട്ടുള്ള എന്തെങ്കിലും ആക്സിഡൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു പെട്ടെന്ന് എന്തെങ്കിലും നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് വാങ്ങിക്കാം. These are 4 kinds of provident funds in India: statutory provident fund, recognized provident fund, unrecognized provident fund, public provident fund. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ടാക്കി പറഞ്ഞുതരാം. ഓക്കെ, ഇതിൽ 4 തരത്തിലുള്ളതാണ് പറയുന്നത്. അതായത് ഈ ടൈപ്സ് അല്ല കേട്ടോ. അതായത് ഞാനൊരു എംപ്ലോയി ആണ്, എനിക്കൊരു എംപ്ലോയർ ഉണ്ട്. ഓക്കെ, ഞാനൊരു എംപ്ലോയി ആണ്, എനിക്കൊരു എംപ്ലോയർ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും PF എന്ത് ചെയ്യും, എൻ്റെ ഒരു എമൗണ്ട്, അതായത് 10,000 രൂപയാണ് എനിക്ക് എന്ത് പറയുന്നത്, സാലറി പറയുന്നത്. അപ്പോൾ 10,000 രൂപ സാലറി ആകുമ്പോൾ 1000 രൂപ എല്ലാ മാസവും ഞാൻ അതിലോട്ട് എന്ത് ചെയ്യും, കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, എല്ലാ മാസവും. അപ്പോൾ 1000 രൂപ ഞാൻ കൊടുക്കും. അപ്പോൾ അതിന് എനിക്ക് അവിടെ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ അത് രണ്ടാമത്തെ ക്യാഷായി. പിന്നെ അവിടെ എംപ്ലോയർ എല്ലാ മാസവും ഈ 1000 രൂപ എൻ്റെ ക്യാഷ് അല്ലേ, 500 രൂപ എൻ്റെ മുതലാളി, എൻ്റെ എംപ്ലോയറുടെ വക എനിക്ക് 500 രൂപ ഈ ഒരു പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ട് ഇട്ട് തരും. ഓക്കെ, പിന്നെ അതിനും അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെ 4 എമൗണ്ടാണ് നമുക്ക് ടോട്ടൽ ഇതിൽ നിന്ന് കിട്ടുന്നത്. അതായത് ഞാൻ എൻ്റെ സാലറിയിൽ നിന്ന് കൊടുക്കുന്ന ആ ഒരു കോൺട്രിബ്യൂഷൻ, പിന്നെ അതിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ്, പിന്നെ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. അങ്ങനെ 4 തരത്തിലുള്ള എമൗണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ, നമുക്ക് കുറച്ച് കഴിഞ്ഞ് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് എന്താണെന്ന് നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്, ഓൾ പ്രൊവിഡൻറ്റ് ഫണ്ട്സ് വിച്ച് ആർ സെറ്റപ്പ് അണ്ടർ ദി പ്രൊവിഡൻറ്റ് ഫണ്ട്സ് ആക്ട് 1952 ആർ കോൾഡ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്. അതായത് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് 1952 അണ്ടറിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊവിഡൻറ്റ് ഫണ്ടിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് 1925 ആണ്, 25 അല്ല 52 ആണ് കേട്ടോ. Provident funds of institutions such as universities, colleges or other educational institution, Reserve Bank of India, State Bank of India, the central government and the state government would
കൺസ്റ്റിറ്റ്യൂട്ട് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്. ഈ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ഇവരൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ആരൊക്കെ? യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ മറ്റുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിസർവ് ബാങ്ക്സ്, സ്റ്റേറ്റ് ബാങ്ക്, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഒക്കെ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ പറയാം. ഓക്കെ, അതാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ a provident fund which has been expressly recognized by the Commissioner of Income Tax and established under scheme framed under the Employees Provident Fund Act. അതായത് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എക്സ്പ്രസ്ലി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള പ്രൊവിഡൻറ്റ് ഫണ്ടാണ് ഇത് പറയുന്നത്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ലൈൻസ് പഠിക്കുക കേട്ടോ. വിച്ച് ഹാസ് ബീൻ എക്സ്പ്രസ്ലി റെക്കഗ്നൈസ്ഡ് ബൈ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. ഓക്കെ, അതാണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് അൺറെക്കഗ്നൈസ്ഡ്. അൺറെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. അതാണ് എന്ത് പറയുന്നത്? അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നാലാമത്തെയാണ് ഇത് പറയുന്നത് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് സെറ്റപ്പ് എ ന്യൂ പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീം, നെയിംലി ദ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അണ്ടർ ദി പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീം. അതായത് ഇതിപ്പോൾ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു വ്യക്തിക്കും ഈ ഒരു പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. അതായത് റിസർവ് ബാങ്ക് ഓഫ് SBI പോയിട്ട് ഒരു അക്കൗണ്ട് എടുക്കുക, എന്നിട്ട് അതിലോട്ട് എല്ലാ മാസവും ഒരു സെർട്ടൻ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, PF എന്ന് പേരിൽ വേണം അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിപ്പോൾ ഏതൊരാൾക്കെന്ന് പറയുമ്പോൾ അവർക്കൊരു സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ടായിരിക്കണം. വല്ല ബിസിനസ്മാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം. ഓക്കെ, any member of the public, whether a salaried employee, pensioner, a self-employed person or businessman, can participate in the public provident fund by opening an account at any branch of the State Bank of India. Any amount in multiples of ₹15 can be deposited in this account. The accumulated balance is payable after 15 years. Withdrawals can, however, be made to the extent indicated. അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ എനി മെമ്പർ ഓഫ് ദി പബ്ലിക് വെദർ സാലറീസ് എംപ്ലോയീസ് അതുവരെ നിങ്ങൾ എഴുതിയാൽ മതി. ക്യാൻ പാർട്ടിസിപ്പേറ്റ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓഫ് ദ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇല്ല, അതുവരെ എഴുതിയാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റും. ഓക്കെ, 1-2 വായിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പറയുന്ന ടാക്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. അതായത് എങ്ങനെയൊക്കെയാണ് ടാക്സ് അടയ്ക്കേണ്ടത്, ഏതിനൊക്കെയാണ് ടാക്സ് അടയ്ക്കേണ്ടത്, അപ്പോൾ അങ്ങനെയൊക്കെ. ഓക്കെ, ഇത് നമുക്ക് ക്വസ്റ്റ്യൻ വരും കേട്ടോ. എസ്സേയും ഷോർട്ട് എസ്സേയും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം കാണാൻ പറയുമ്പോൾ മേ ബി അതിൽ പറയുന്നുണ്ടാകും RPF. അതായത് ഇത് റെക്കഗ്നൈസ്ഡ് എന്നൊന്നും പറഞ്ഞായിരിക്കുന്നില്ല വരുന്നുണ്ടായിരിക്കാം. സ്റ്റാറ്റ്യൂട്ടറി ആണെങ്കിൽ SPF, റെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ RPF, അൺറെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ URPF, പബ്ലിക് പ്രൊവിഡൻ്റ് ആണെങ്കിൽ PPF. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ബാക്കി 3 കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കതിൽ വരുന്ന ടാക്സ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ 4 ക്യാഷ് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാനൊരു എംപ്ലോയി ആണ്, അപ്പോൾ എനിക്കൊരു എംപ്ലോയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ PFലോട്ട് എനിക്ക് 10,000 രൂപയാണ് ഒരു മാസത്തെ സാലറി പറയുന്നത്. അപ്പോൾ 1000 രൂപ ഞാൻ എൻ്റെ PFലോട്ട് ഇട്ടു. അതൊരു എമൗണ്ട്, ഈ 1000 എന്ന് പറയുന്നത്. പിന്നെ ഈ 1000-ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അത് രണ്ടാമത്തെ എമൗണ്ട്. പിന്നെ മൂന്നാമത്തെ എമൗണ്ട് എൻ്റെ എംപ്ലോയർ ഒരു 500 രൂപ എല്ലാ മാസവും എൻ്റെ PFലോട്ട് ഇടുന്നുണ്ട്. ഓക്കെ, ഈ 1000-ന് പുറമെ എംപ്ലോയറുടെ വക, പിന്നെ ഈ 500-ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഇങ്ങനെ 4 തരത്തിലുള്ള എമൗണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഫസ്റ്റ് പറയുന്നത് ടാക്സ് ട്രീറ്റ്മെൻറ്റ്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിൽ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, അതായത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ an employee can deposit any amount in this fund. The contribution made is part of the salary, hence it is including salary. On such a contribution made, the employee is entitled to get a deduction under section 18C up to an overall maximum 1,15,000 rupees. അതായത് ഒരു എംപ്ലോയിക്ക് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ദ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ഈസ് എ പാർട്ട് ഓഫ് ദി സാലറി. സാലറിയുടെ ഒരു പാർട്ടായിരിക്കും ഈ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഡിഡക്റ്റഡ് ആണെന്നോ. ഓൺ സച്ച് കോൺട്രിബ്യൂഷൻ മെയ്ഡ് ദ എംപ്ലോയി ഈസ് എൻടൈറ്റിൽ ടു ഗെറ്റ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C മുതൽ അതെന്താണ്, ഡിഡക്റ്റ് ആണ്. അതായത് അതിന് നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമില്ല, ടാക്സ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിൽ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ്റെ കേസാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ
മുതലാളിയുടെ എനിക്ക് ജോലി തന്ന ആളുടെ കോൺട്രിബ്യൂഷൻ. ദ എൻറ്റയർ എമൗണ്ട് ഓഫ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ വിത്തൗട്ട് എനി ലിമിറ്റ് ആൻഡ് ദ ഇൻട്രസ്റ്റ് thereon റിസീവ്ഡ് ബൈ ദി എംപ്ലോയീസ് ഷാൾ നോട്ട് ബി ടാക്സബിൾ. അതാണ് ടാക്സബിൾ അല്ല എന്നാണ് പറയുന്നത്. അതായത് എംപ്ലോയർക്ക് അവിടെ എത്ര രൂപ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതിൽ നമുക്ക് ഒരു എമൗണ്ടും ടാക്സബിൾ അല്ല എന്നാണ് പറയുന്നത്. ഇതിൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ. ഓക്കെ. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ദി അക്യുമുലേറ്റഡ് ബാലൻസ് ഓഫ് ദി സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്. അതായത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ അതുപോലെ തന്നെ എൻ്റെ എംപ്ലോയർ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ, ഇതിന്മേൽ രണ്ടെന്നുമേലും എനിക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. ആ കിട്ടുന്ന ഇൻട്രസ്റ്റിൽ എന്തില്ല, ടാക്സബിൾ അല്ല എന്നാണ് പറയുന്നത്. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ദി അക്യുമുലേറ്റഡ് ബാലൻസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്. പിന്നെ ലംസം റിസീവ്ഡ്. ലംസം റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ 1000 രൂപ ഇട്ട് എല്ലാ മാസവും ഇടും, എൻ്റെ എംപ്ലോയർ ഒരു 500 രൂപ ഇടും. അങ്ങനെ ഒരു 10-15 വർഷം ഞാൻ ഇവിടെ തന്നെയാണ് ജോലി ചെയ്തത്. അങ്ങനെ ഞാൻ റിട്ടയർ ആവാനായി എനിക്ക് എല്ലാ എമൗണ്ടും കൂടെ അപ്പോൾ അവർ ഒരുമിച്ച് അങ്ങ് തരികയാണ്. ഒരുപാട് ഒരു 10-20 ലക്ഷം രൂപയുണ്ട്. ഓക്കെ. അപ്പോൾ അത് മൊത്തമായിട്ട് അവരെനിക്ക്, അതാണ് ലംസം റിസീവ്ഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ എനി പേയ്മെൻറ്റ് റിസീവ്ഡ് ബൈ ദി എംപ്ലോയി ഫ്രം ദി സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓൺ റിട്ടയർമെൻറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ് ആസ് പെർ സെക്ഷൻ 10 സബ്സെക്ഷൻ 11. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഹിസ് ടോട്ടൽ ഇൻകം ഫോർ ടാക്സ് പർപ്പസ്. അപ്പോൾ അതും എന്തല്ല, അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യാം, ടാക്സ് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. അതിൻ്റെ അണ്ടറിൽ എത്രയാണ് ലിമിറ്റ് എന്നോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് നമ്മൾ ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതതുപോലെ തന്നെ. ഓക്കെ. ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ പ്ലസ് ചെയ്യുക, എന്നിട്ട് ഗ്രോസ് സാലറി ആണ്. ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസിൽ നമുക്ക് ഒരു പ്രോബ്ലം ഒന്നും ചെയ്യാനില്ല. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എക്സ്പ്രസ്ലി റെക്കഗ്നൈസ് ചെയ്യുന്ന ഫണ്ടാണ് ഇത് പറയുന്നത്, പ്രൊവിഡൻറ്റ് ഫണ്ടാണ് ഇത് പറയുന്നത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ആൻ എംപ്ലോയി ക്യാൻ ഡെപ്പോസിറ്റ് എനി എമൗണ്ട്, എത്ര എമൗണ്ട് വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം എംപ്ലോയിക്ക്. അതായത് ഇപ്പോൾ ഞാനും എൻ്റെ എംപ്ലോയറും ആണെങ്കിൽ എനിക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും അതിൽ എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയും. വിച്ച് ഹി ലൈക്ക് സച്ച് കോൺട്രിബ്യൂഷൻ ആർ എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 18C ഓഫ് ദി IT ആക്ട് അപ് ടു 1,15,000. അതായത് അതെന്താണ്, ഡിഡക്റ്റഡ് ആണ്, അതിന് നമുക്കൊന്നും ചെയ്യാനൊന്നും ഇല്ല. ഓക്കെ. ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കതിൽ പ്രത്യേകിച്ച് ടാക്സബിളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഓക്കെ. പിന്നെ എൻ്റെ എംപ്ലോയർ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ദ ഫണ്ട് ഈസ് എക്സംപ്റ്റ് അപ് ടു 12% ഓഫ് സാലറി. കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് എംപ്ലോയി സാലറി ഇൻക്ലൂഡഡ് ഇൻ ഹിസ് സാലറി ആൻഡ് ടാക്സബിൾ. അതായത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ സാലറിയുടെ 12% കൂടുതൽ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, എൻ്റെ സാലറിയുടെ 12% കൂടുതൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, എനിക്ക് ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ടാക്സബിളാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് 1,00,000 രൂപയാണ് സാലറി എന്ന് വിചാരിക്കുക. 1,00,000 രൂപയാണ് സാലറി. അപ്പോൾ അവരെനിക്ക് 15,000 രൂപയാണ്, 15,000 രൂപയാണ് അവരെനിക്ക് PF ആയിട്ട് എന്ത് ചെയ്യുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എൻ്റെ എംപ്ലോയർ. ഓക്കെ. 15,000 രൂപ. അങ്ങനെ കേസിൽ വരുമ്പോൾ അത് 12%-നേക്കാൾ കൂടുതലാണ്. ഈ 1,00,000-ൻ്റെ 15% ഈ 15,000 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ 1,00,000-ൻ്റെ 12% എന്ത് പറയുന്നത്, 12,000 എന്ന് പറയുന്നത്. അപ്പോൾ 3,000 രൂപയ്ക്ക് ഞാൻ അവിടെ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. ഓക്കെ. അതായത് 13,000, 14,000, 15,000 അങ്ങനെ. അതായത് 12% വരെ അവിടെ എക്സംപ്റ്റഡ് ആണ്. അതായത് 1,00,000 രൂപയാണ് എനിക്ക് സാലറി. അപ്പോൾ 1,00,000 രൂപയ്ക്ക് അയാൾ 12,000 രൂപയാണ് എനിക്ക് പ്രൊവിഡൻറ്റ് ഫണ്ടായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എന്തടക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ അയാൾ എനിക്ക് തരുന്നത് 15,000 രൂപയാണ്, എനിക്ക് തരികയല്ല പ്രൊവിഡൻറ്റ് ഫണ്ടായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിന്ന് ഈ 12% മൈനസ് ചെയ്യുക. എന്നിട്ട് ബാക്കി വരുന്ന എമൗണ്ട് ഉണ്ടല്ലോ, ബാക്കി വരുന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ ബാക്കി വരുന്ന 3,000 രൂപ, അതിന് നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം. അതാണ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ 12%, കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് എംപ്ലോയി സാലറി ഇൻക്ലൂഡ് ഇൻ ഹി സാലറി. പിന്നെ ഈ സാലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയുന്നത്.
സാലറി എന്ന് പറയുമ്പോൾ ബേസിക് പേ DA പ്ലസ് സെയിൽസ്. അതായത് ഇപ്പോൾ എൻ്റെ സാലറിയുടെ 12% ശതമാനം അതിൽ കുറവോ ആണെങ്കിൽ ഞാൻ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതിൽ കൂടുതലാണെങ്കിൽ ആ കൂടിയ എമൗണ്ടിനാണ് ഞാൻ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഈ സാലറി എന്ന് പറഞ്ഞാൽ എന്ത്, ബേസിക് പേ DA അതുപോലെ തന്നെ സെയിൽസ്, അതാണത് പറയുന്നത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ദി അക്യുമുലേറ്റഡ് ബാലൻസ്. അതായത് ഞാൻ പറഞ്ഞു നേരത്തെ നമുക്ക് 4 തരത്തിലുള്ള എമൗണ്ടാണ് കിട്ടുക. അതായത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഓക്കെ. ഈ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഈ കിട്ടുന്ന ഇൻട്രസ്റ്റ് നമ്മുടെ പ്രൊവിഡൻറ്റ് ഫണ്ട് ടോട്ടൽ എമൗണ്ട് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ 1,00,000 രൂപയാണ് ഞാൻ അതിൽ ഇങ്ങനെ മൊത്തമായിട്ട് ഞാനും എൻ്റെ എംപ്ലോയറും കൂടെ ഇൻവെസ്റ്റ് ചെയ്തത് 1,00,000 രൂപ. അപ്പോൾ ഈ 1,00,000 രൂപയുടെ 9.5%, അതായത് 9,500 രൂപ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ആ ബാങ്കിൽ നിന്ന് ആ 1,00,000 രൂപയുടെ കൂടെ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല 10,000 രൂപയാണ് അവിടെ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി വന്ന 500 രൂപ ഉണ്ടല്ലോ, അതിന് ഞാൻ അവിടെ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം എന്നാണ് പറയുന്നത്. അതായത് 9.5 വരെ ഞാൻ ടാക്സ് അടയ്ക്കേണ്ട. അതിൽ കൂടുതൽ എനിക്ക് എമൗണ്ട് കിട്ടുകയാണെങ്കിൽ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. മനസ്സിലായോ? അതായത് ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ എനിക്ക് 1,00,000 രൂപയാണ് അവിടെ പറയുന്നത്, 1,00,000 രൂപയാണ് എൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ട് ഞാനും എൻ്റെ എംപ്ലോയറും കൂടെ ഒരു 4-5 വർഷത്തേക്ക് ഞാൻ അവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആ എമൗണ്ട് മൊത്തം ലംസം റേസ് മൊത്തമായിട്ട് എനിക്കത് കിട്ടുകയാണ്. ഓക്കെ. അപ്പോൾ ഈ 1,00,000 ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്തത്, അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് എത്ര കിട്ടുന്നുണ്ട്, ഒരു 9,500 രൂപ കിട്ടുന്നുണ്ട് വിചാരിക്കുക. 9,500 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 1,00,000 രൂപയുടെ 9.5% അല്ലേ ഈ 9,500 എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്തടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട. ഓക്കെ. അപ്പം ഞാൻ ടാക്സോ കാര്യങ്ങളോ ഒന്നും അടയ്ക്കേണ്ട. അതല്ല എനിക്ക് ഈ 9,500 പകരം 10,000 രൂപയാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ 1,00,000-ന്റെ 10% എന്ത് പറയുന്നത്, 10,000 രൂപ എന്ന് പറയുന്നത്. എനിക്കവിടെ ആകെ എത്ര കിട്ടാൻ പാടുള്ളൂ, 9.5% മാത്രമേ കിട്ടാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം ആ കൂടിയതിന്. അപ്പോൾ ഇവിടെ 0.5 കൂടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ 500 രൂപയാണല്ലോ എനിക്കവിടെ കൂടിയത്. അതായത് 1,00,000 രൂപയുടെ 9.5% വരെ എന്താണ്, എക്സംപ്റ്റഡ് ആണ്. അതായത് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 9.5 കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് അടയ്ക്കണം. ഓക്കെ. അപ്പോൾ 10ഉം 9.5 തമ്മിലുള്ള ഡിഫറൻസ് പറയുമ്പോൾ 0.5. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ കൂടുതൽ കിട്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 500 രൂപയാണ്. ഓക്കെ. അപ്പോൾ 500 ഡിവൈഡഡ് ബൈ 10%, ഓക്കെ, ഇൻറ്റു 0.5. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതായിരിക്കും എന്ത് പറയുന്നത്, നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് ഈ ഒരു ഇൻട്രസ്റ്റ് ഓൺ ദി അക്യുമുലേറ്റഡ് ബാലൻസിൽ പറയുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് നമ്മുടെ പ്രൊവിഡൻറ്റ് ഫണ്ടിലുള്ള എമൗണ്ടിൻ്റെ 9.5% ആണെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട. അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക ഇത്ര % ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അത് ആ ബാക്കി വന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ ടാക്സബിൾ എമൗണ്ട് കാണാമെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത് നോക്കിയത്, അതായത് നമുക്ക് ബാലൻസ് വന്ന എമൗണ്ട് ഡിവൈഡ് ബൈ എത്രയാണോ % പറഞ്ഞിട്ടുള്ളത്, എന്നിട്ട് കൂടിയ ആ % എടുത്ത്. ഓക്കെ. അതാണ് ഇൻട്രസ്റ്റ് ഓൺ അക്യുമുലേറ്റഡ്. ഈ പറഞ്ഞ രണ്ടെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ എംപ്ലോയിയുടെ സാലറിയുടെ 12% അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യേണ്ട, ടാക്സബിൾ അല്ല. പക്ഷേ 12% കൂടുതലാണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കൂടുതൽ വന്ന എമൗണ്ടിന് നമ്മൾ ടാക്സ് അടയ്ക്കണം. അതാണത് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ ഒന്ന് പറയാം. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. ഇൻ ദി കേസ് ഓഫ് ആൻ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ദ എംപ്ലോയീസ് ഓൺ കോൺട്രിബ്യൂഷൻ ടു ദ ഫണ്ട് വുഡ് നോട്ട് ബി അലൗഡ് ആസ് എ ഡിഡക്ഷൻ. ഓക്കെ. പിന്നെ എംപ്ലോയീസ് കോൺട്രിബ്യൂഷനും അതുപോലെ തന്നെ however be exempt from tax and when the contributions are being made. പിന്നെ നമുക്ക് അതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ലംസം ക്യാഷ് അതിൽ നിന്ന് നമുക്ക് മുഴുവനായിട്ട് കിട്ടുകയാണ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്താ പറയുന്നതെന്നുണ്ടെങ്കിൽ
In the case of unrecognized provident fund, the employee and contribution to the fund would not be allowed as a deduction. The employee's contribution and the interest thereon would, however, be exempt from tax and when the contribution are being made. അതായത് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ ഡിഡക്ഷൻസ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള നേരത്തെ ആ 2 കേസ്, അപ്പോൾ ആ 2 ഇൻകം നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ഉൾപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ അതിന് എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. ബട്ട് വെൻ ദ മണി ലംസം ഈസ് റിസീവ്ഡ് ബാക്ക് ദി എംപ്ലോയി, ദ പാർട്ട് ഓഫ് ദി എമൗണ്ട് ആട്രിബ്യൂട്ട് ടു ദ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ വുഡ് ബി taxable as income from salaries and the interest on the employee's contribution would also be taxable as salary income in the hands of the employees. അതായത് എംപ്ലോയർ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ടിനും അതിന് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റിനും ഉണ്ടല്ലോ നമ്മൾ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദ ഇൻട്രസ്റ്റ് ദെറോൺ വുഡ് ബി ചാർജബിൾ ടു ടാക്സ് ആസ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആൻഡ് നോട്ട് ആസ് ഇൻകം ഫ്രം സാലറീസ്. അതായത് അപ്പോൾ ആ ഇൻട്രസ്റ്റിൽ നിന്ന് മൊത്തത്തിൽ നിന്ന് കിട്ടിയ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റും ആ ഇൻട്രസ്റ്റ് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ടാണ് പറയുന്നത് ഉൾപ്പെടുന്നത്, അല്ലാണ്ട് ഇൻകം ഫ്രം സാലറീസ് ആയിട്ടല്ല ഉൾപ്പെടുത്തുന്നതെന്നാണ് പറയുന്നത്. പിന്നെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരാം. മേ ബി ഷോർട്ട് എസ്സേ ആയിട്ടും വാട്ട് ഈസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് എക്സ്പ്ലെയിൻ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്കിതിൻ്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.